ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. പ്രഹ്ലാദൻ മിഴികളടച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എവിടെ നിന്റെ നാരായണൻ, ഞാനൊന്നു കാണട്ടെ. ധൈര്യമുണ്ടെങ്കിൽ ഈ ഹിരണ്യകശുവിന്റെ മുന്നിൽ വരാൻ പറയും. പ്രഹ്ലാദൻ അപ്പോഴും നെയ്വിളക്കിന്റെ നാളം പോലെ മന്ദഹസിച്ചു കൊണ്ടിരുന്നു. അച്ഛാ, വിഷ്ണു ഒരു ചൈതന്യമാണ്. അത് എല്ലായിടത്തുമുണ്ട്. തൂണിലും തുരുമ്പിലും മണ്ണിലും വിണ്ണിലും നിറയുന്ന പരബ്രഹ്മസ്വരൂപമാണ് ഭഗവാൻ. പ്രഹ്ലാദൻ വീണ്ടും വിഷ്ണുവിൻ്റെ മായകളെ സ്തുതിച്ചു. എവിടെ എവിടെ? ഈ തൂണിലുണ്ടോ, ഇതിലുണ്ടോ? ഭ്രാന്തമായ ആവേശത്തോടെ ഹിരണ്യകശിപു അരമനയുടെ മരത്തൂണുകളിൽ ആഞ്ഞു വെട്ടിക്കൊണ്ടലറി. പെട്ടെന്ന് ഒരു തൂണ് പിളർന്നു. പാതി മനുഷ്യനും പാതി മൃഗവുമായ ഒരത്ഭുത രൂപം പുറത്തു വന്നു. കൊട്ടാരക്കെട്ടുകൾ നടുങ്ങി വിറച്ചു. തീപ്പൊരി ചിതറുന്ന ചുവന്ന കണ്ണുകൾ, രക്തം കിനിയുന്ന നാവ്, ഇരുവശത്തേക്കും വളഞ്ഞു നിൽക്കുന്ന പല്ലുകൾ, ശിരസിനും കഴുത്തിനും ചുറ്റും പടർന്നിറങ്ങുന്ന രോമങ്ങൾ. ഇതു സിംഹം തന്നെ അല്ല, ബാക്കി ഭാഗങ്ങൾ മനുഷ്യരൂപമാണ്. ഇതെന്തു ജീവി? മനുഷ്യനോ അതോ മൃഗമോ? തന്നെ വധിക്കുവാൻ വന്നനാണോ ഇവൻ? ഹിരണ്യകശിപുവിന്റെ സംശയം അങ്ങനെ വർദ്ധിച്ചു. നരസിംഹത്തെ കണ്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് ഹിരണ്യകശിപു. ആ നിമിഷം വരെ അയാളുടെ മനസ്സിൽ ഭരിച്ച അഹന്തയുടെ കരിമ്പാറക്കെട്ടുകൾ പൊടിഞ്ഞു ചിതറുന്നു. മരണം നരസിംഹമൂർത്തിയായി തൻ്റെ മുന്നിൽ വാ പിളർന്നു നിൽക്കുന്നതായി അയാൾ അറിഞ്ഞു. ഒന്ന് കരയാൻ പോലും ശേഷിയില്ലാതെ നിൽക്കുന്ന അയാളെ നരസിംഹം പിടികൂടി പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. വാതിൽപ്പടിയിൽ വെച്ച് ഹിരണ്യകശിപുവിന്റെ ശരീരം വലിച്ചു കീറി കുടൽമാല പുറത്തെടുത്തു. മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിൽ അത്രത്തോളം രൗദ്രഭാവമുള്ള മറ്റൊന്ന് ഉണ്ടായിരുന്നില്ല. രാത്രിയും പകലുമല്ലാത്ത സന്ധ്യാനേരത്ത്, അകത്തും പുറത്തുമല്ലാത്ത വാതിൽപ്പടിയിൽ വെച്ച്, മനുഷ്യനും മൃഗവുമല്ലാത്ത നരസിംഹത്താൽ ഹിരണ്യകശിപു അതിക്രൂരമായി വധിക്കപ്പെട്ടു. പ്രഹ്ലാദനെ ഭരണമേൽപ്പിച്ച് സർവൈശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും നൽകി മഹാവിഷ്ണു മറഞ്ഞു. ഈ കഥ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. ഈ പ്രഹ്ലാദന്റെ പുത്രനായിരുന്നു വീരോചൻ. വീരോചന്റെ പുത്രനാണ് സാക്ഷാൽ മഹാബലി. മഹാബലിയുടെ പുത്രനാണ് പിൽക്കാലത്ത് ശ്രീ പരമേശ്വരനെയും പാർവതി സമേതനായി തൻ്റെ കോട്ടയിൽ കാവൽ നിർത്തിയ ബാണാസുരൻ എന്നറിയുക. തൻ്റെ മകനെ കൊല്ലുവാൻ വേണ്ടി നിരന്തരം പരിശ്രമിച്ച ആ ഹിരണ്യകശിപുവിന്റെ അന്ത്യം കുറിക്കുവാൻ വേണ്ടി ഭഗവാൻ നാലാമത് അവതരിച്ചു നരസിംഹം. ഇവിടെ നരസിംഹമൂർത്തി നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല. ലോകത്ത് പ്രശ്നങ്ങൾ അനവധിയാണ്. പക്ഷെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്.